എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രസ്ലെച്ചസ് കേക്കാണ് കേട്ടോ. സാധാരണ ചെയ്തെടുക്കുന്ന രീതി പോലെയല്ല. ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും 4 ചേരുവകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ 4 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ ബേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ചോക്ലേറ്റ് ട്രസ്ലെച്ചസ് കേക്ക് എങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗുഡ് ഡേയുടെ ഇതുപോലുള്ള 3 ചെറിയ പാക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത്. ഇതിപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ഒരു ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ക്രീം ഒന്നുമില്ല, എന്നാൽ നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റും കൂടിയാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു കുഞ്ഞു 3 പാക്കറ്റ്. ഈ ഒരു 3 പാക്കറ്റ് ബിസ്ക്കറ്റും നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാക്കറ്റിൽ 8 ബിസ്ക്കറ്റാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ളൊരു 3 പാക്കറ്റ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് 24 ബിസ്ക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 24 ബിസ്ക്കറ്റും നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു മിക്സിയുടെ ജാറിലോട്ട് മുഴുവനായിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ തരികളൊന്നും ഇല്ലാതെ ഒന്ന് നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എന്തെങ്കിലും കട്ടകളും അതേപോലെ തരികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ബേക്കായി കിട്ടാനും അതേപോലെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു പൊടികളിൽ എന്തെങ്കിലും ബിസ്ക്കറ്റിൻ്റെ കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 2 ടീസ്പൂൺ നിറയെ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. ഒരുപാട് മധുരമൊന്നും ആവശ്യമില്ല, കാരണം ബിസ്ക്കറ്റിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് 2 ടീസ്പൂണോളം അളവിൽ പഞ്ചസാര. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഒരു കേക്ക് ബാറ്ററിൻ്റെ പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. പാലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഒഴിക്കണ്ട. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലുള്ള ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് ആ ഒരു പാലിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീണ്ടും നമ്മൾ ബിസ്ക്കറ്റൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട ആ ഒരു അവസ്ഥ വരും കേട്ടോ. അതുകൊണ്ട് കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ താഴോട്ട് ഇടുന്ന സമയത്ത് റിബൺ പോലെ താഴോട്ട് വീഴണം. ഇനി ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പതിവ് പോലെ ഇതുപോലുള്ളൊരു ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ആ ഒരു റിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ കേക്ക് ടിന് പതുക്കെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും തെന്നി മാറാതെ സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു കേക്ക് ടിന് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് വെള്ളം ഇതിലോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലുള്ളൊരു വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് എടുത്തു വെച്ചതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പിട്ട് മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 20 മിനിറ്റ്. അപ്പോൾ കറക്റ്റ് ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ കേക്ക് പോലെയല്ല, ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന കേക്ക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്തും അതേപോലെ ഇതിലോട്ട് ഷുഗർ സിറപ്പും അതേപോലെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യും കേട്ടോ, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെയും ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഈ ഒരു കേക്ക് നമുക്ക് പതുക്കെ ഒരു പാത്രത്തിൽ ഞങ്ങളെടുത്ത് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു ബട്ടർ പേപ്പറും ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കിതുപോലെ അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാനൊന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ക്രീമിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്
ആവശ്യമാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചോക്ലേറ്റിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതൊരു പാനിൽ കറക്റ്റ് ഒരു 1/2 കപ്പോളം വരുന്ന പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലോട്ട് കറക്റ്റ് ഒരു 2 ടീസ്പൂൺ നിറയെ കൊക്കോ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂണോളം വരുന്ന കോൺഫ്ലോറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടീസ്പൂണോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാര കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു കോൺഫ്ലോറിൻ്റെയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു കൊക്കോ പൗഡറിനും എന്തെങ്കിലും കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒരു സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ്കൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി ഇതേ കറക്റ്റ് ഈ ഒരു പരുവത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ പതുക്കി അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഇത് ഈ ഒരു രീതിയിൽ എത്തുന്ന സമയത്ത് നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു 1/2 കപ്പോളം വരുന്ന നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പകുതി ഒന്ന് ബീറ്റ് ആവുന്ന സമയത്ത് ഇതിലോട്ട് കറക്റ്റ് 2 ടീസ്പൂണോളം വരുന്ന കൊക്കോ പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ മധുരം ഇല്ലാത്ത ക്രീമാണ് എടുക്കുന്നതെങ്കിൽ ഇതിലോട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര തന്നെ ചേർക്കുക. പൊടിക്കാത്ത പഞ്ചസാര ചേർക്കരുത് കേട്ടോ. എൻ്റെ ഇപ്പോൾ അത്യാവശ്യം ഈ ഒരു ക്രീമിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് ഈ ഒരു ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കും നമ്മുടെ ക്രീമും നമ്മുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് നന്നായിട്ട് ഈ ഒരു ചോക്ലേറ്റ് മിക്സിൽ അങ്ങോട്ട് സോക്കായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു ചോക്ലേറ്റ് മിക്സിൻ്റെ 1/4 ഭാഗം നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു കേക്ക് ഇതുപോലുള്ളൊരു കേക്ക് ബോർഡിലോട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ പാലറ്റ് നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി അതില്ലാത്തവർ ഇതുപോലുള്ളൊരു ATM കാർഡോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു കാർഡോ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ക്രീം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് വെച്ചിട്ട് എത്രത്തോളം ലെവൽ ചെയ്യാൻ പറ്റും അത്രത്തോളം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതൊരു പാക്കറ്റിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. ഇനി ആ ഒരു കവറിൻ്റെ അറ്റത്തായിട്ട് ചെറുതായിട്ടൊരു ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈഡിലൊക്കെ ഡ്രിപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം, അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കേക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ കത്തി ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിലുള്ള സോഫ്റ്റ്നെസ് ആണ് കേട്ടോ ഈ ഒരു കേക്കിന്. നമ്മൾ സാധാരണ മൈദയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ സോഫ്റ്റാണ് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ഒരു തവണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് പതുക്കെ ഒരു പീസ് നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് അതായത് ഈ ഒരു കേക്കിന് ചുറ്റുഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്ക് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ മെത്തേഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
ചെയ്യുക കേട്ടോ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്താൽ പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നാളെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.